ഞങ്ങൾ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അതിലിപ്പോൾ CPIM-ൻ്റെ അംഗമായിരിക്കണം എന്നൊന്നും ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല. ജലീൽ ഇപ്പോഴും പാർട്ടി മെമ്പറല്ല. കേക്ക് ജലീൽ ഇപ്പോഴും പാർട്ടി മെമ്പറല്ല. അൻവറും പാർട്ടി മെമ്പറല്ല. പാർട്ടി മെമ്പറല്ലാതെ ഒരുപാട് ആളുകൾ സാംസ്കാരിക രംഗത്തും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലും മറ്റ് വിവിധ പാർട്ടികളിൽ നിന്നൊക്കെ വന്നവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇടതുപക്ഷ ശക്തിയായ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതിന് മലപ്പുറത്തും ഇതുപോലുള്ള നിരവധി ആളുകളെ ജനാധിപത്യപരമായ രീതിയിൽ പ്രവർത്തിച്ച് മുമ്പോട്ടേക്ക് വരുന്ന ആളുകളെ മാർക്സിസം ലെനിനിസം അടിസ്ഥാനപ്പെടുത്തിയൊന്നുമല്ല, ജനാധിപത്യപരമായ രീതിയിൽ പ്രവർത്തിച്ച് മുമ്പോട്ടേക്ക് വരുന്ന ആളുകളെ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അവർ മുമ്പോട്ടേക്ക് വന്നിട്ടുമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരൊക്കെ വന്നിട്ടുള്ളത്. ജലീൽ മാത്രമല്ല, നിരവധി ആളുകൾ പറയുന്നുണ്ട്. ഞാനിപ്പോൾ ഓരോരാളെയും പറയേണ്ട കാര്യമില്ല, ഞങ്ങൾക്കെല്ലാം അറിയുന്നതാണ്. ഓരോരാൾ പറഞ്ഞാലല്ലേ ആര് ആ ഭാഗം മതിയാക്കി. നിങ്ങൾ മുഖ്യമന്ത്രിക്ക് പിണറായിക്കെതിരെ വ്യക്തിപരമായിട്ട് ആരോപണമാണ് അൻവർ ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടി എന്ന നിലക്ക് പോളിറ്റ് ബ്യൂറോ അംഗം എന്ന നിലക്കാണ് പിണറായി വിജയൻ കേരളത്തെ അറിയുന്നത്. അദ്ദേഹത്തിന് ഇത്ര ആരോപണം ഉന്നയിച്ചിട്ടും ശക്തമായ പ്രതികരണമോ അല്ലെ അദ്ദേഹത്തിന് പാർട്ടിയായിട്ട് ബന്ധമില്ലെന്നും അല്ലെ അദ്ദേഹത്തെ പാർട്ടിയിലുള്ള എല്ലാ സ്ഥാനങ്ങളിലും ബന്ധങ്ങൾ നീക്കുമെന്നും എന്തുകൊണ്ടാണ് പറയുന്നത്? അദ്ദേഹത്തിന് പാർട്ടിയുമായിട്ട് ഒരു ബന്ധവുമില്ല. പാർട്ടി എന്ന രീതിയിലുള്ള ഒരു ബന്ധമില്ല. ഒന്നുകിൽ അദ്ദേഹം പാർട്ടി മെമ്പറാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ബഹുജന സംഘടനയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രവർത്തനത്തിൽ അദ്ദേഹം ഉണ്ടാവണം. അതിൽ കേൾക്ക് അത് പുറത്താക്കാം. നിങ്ങൾ പറഞ്ഞ പോലെ അതിനിപ്പോൾ വരാൻ പോകുന്നല്ലേ ഉള്ളൂ. പാർലമെന്റ് പാർട്ടി യോഗം ചേരുമല്ലേ ഉള്ളൂ. അതിൽ പുറത്താക്കാൻ അതിപ്പോൾ ഒരു യാന്ത്രികമായൊരു ചോദ്യമാണ്. അദ്ദേഹവുമായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കുന്നു. മുഖ്യമന്ത്രിക്കെതിരായിട്ട് പാർട്ടിക്കെതിരായിട്ട് തെറ്റായ പ്രചാരവേല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബൂർഷ്വാ മാധ്യമങ്ങൾക്ക് അനുകൂലമായിട്ടും ബൂർഷ്വാ പാർട്ടികൾക്ക് അനുകൂലമായിട്ടും നിൽക്കുന്ന ഒരു നിലപാട് അതിൻ്റെ ചട്ടുകമായി പ്രവർത്തിക്കുന്നു എന്ന ആദ്യത്തെ സെൻറ്റൻസാണ് ഞാൻ വിശദീകരിച്ചത്. എന്നിട്ടും പിന്നെ എന്താണ് അത്ര ശക്തിയാവാതെ? ഇപ്പം പറഞ്ഞപ്പോൾ ഞാൻ ശക്തിയാക്കി, നേരത്തെ അത്ര ശക്തി ഉപയോഗിച്ചിട്ടില്ല. ഈ ശക്തിയിൽ പറഞ്ഞാൽ പോരെ? പൂർണ്ണമായും അത് പറഞ്ഞു തീർക്കട്ടെ. പൂർണ്ണമായും ഈ പറയുന്ന അൻവറുമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധം അദ്ദേഹത്തിൻ്റെ തന്നെ നിലപാടിനെ തുടർന്ന് ഞങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. വെറുതെ ആവശ്യമില്ലാതെ കുളത്തി വിരിക്കേണ്ട കാര്യം. ആരെങ്കിലും ഓരോരുത്തർ പറഞ്ഞാലേ ശരിയാവും. ഇവിടെ പറയുന്നുണ്ട് പിണറായി വിജയൻ സർക്കാർ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തിരിച്ച് LDF സർക്കാർ നയിക്കും. അതായത് പിണറായി പാർട്ടി തടുക്കാൻ ഇറങ്ങുക, പാർട്ടിയെ അല്ലെങ്കിൽ സർക്കാരിനെ ആക്രമിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ഈ പിണറായി വിജയൻ എന്ന് പറയുന്നതാണോ കേരളത്തിലെ പാർട്ടി? അദ്ദേഹമാണോ കേരളത്തിലെ അവസാനം? പിണറായി വിജയൻ എന്ന് പറയുന്നത് പാർട്ടിയല്ല. പിണറായി വിജയൻ പാർട്ടിയുടെ ഉന്നതനായ നേതാവാണ്, പോളിറ്റ് ബ്യൂറോ അംഗമാണ്, ഇപ്പോൾ മുഖ്യമന്ത്രിയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട സീനിയറായ പാർട്ടി നേതാവാണ്.